ഹലോ ഗായ്സ്, വെൽക്കം ടു ഡാഡൂസ് വ്ളോഗ്സ്. അങ്ങനെ മറ്റൊരു വ്ളോഗുമായി ഞാൻ ഒത്തിരി സമയത്തിന് ശേഷം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഈ വ്ളോഗിന് ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഈ വ്ളോഗ് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, എൻ്റെ കൂടെ 3 പേരുണ്ട്. അത് ആരാ നിങ്ങൾക്ക് അറിയണ്ടേ? എന്താ ദാ കണ്ടോ മക്കളെ. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ ഫുഡ് അടിക്കാൻ പോകലാണ്. മറ്റേ പരിപാടിയല്ല, നമ്മുടെ അലിബാബ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. We are at Alibaba. The menu for this Alibaba. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് 2-3 ഫോട്ടോ ഒക്കെ എടുത്തത് നമ്മൾ ജോൺപുറം. അങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സൂപ്പ് വന്നത്. ഇത് ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പാണ്. ഞാൻ പലയിടത്തുനിന്നും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് ആദ്യമായിട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ചിക്കൻ സൂപ്പ് ടേസ്റ്റ് റിവ്യൂ പറയൂ. റിവ്യൂ கொஞ்சம் உப்பு ஓடி போயின்னு തോന്നുന്നു. ബാക്കി ടു ദ ഗേൾസ് ഓവർ ഹിയർ. നമുക്ക് ഗേൾസിനോട് ചോദിക്കാം, ടേസ്റ്റ് ഉണ്ടോ? നൈസാണ്. ഓക്കെ, നല്ലതാണ്. ഞാനും കുടിച്ചു ഗൈസ്, അടിപൊളിയാ, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ അത്. This is Alfam and that's what they are saying barbecue. ഇവിടുത്തെ അൽഫാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇവിടുത്തെ അൽഫാം. പിന്നെ അതുപോലെ ചീസ് നാൻ മേടിച്ചു. ഞാൻ ബിരിയാണിയാണ് മേടിച്ചത്. സൂപ്പർ ടേസ്റ്റ് എന്ന് പറയാമല്ലോ. ഇത്രയും അടിപൊളി ബിരിയാണി ഞാൻ ലൈഫിൽ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റിയാണ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. സൂപ്പർ ആയിരുന്നു. This is cheese naan with Alfam. ഞങ്ങൾ ബിരിയാണി കഴിക്കുന്നത്. അതെ, ഞങ്ങൾ ബിരിയാണി. ഇവിടെ എല്ലാം ഹെവി ഫുഡ് അടിക്കുന്നത് കേട്ടോ. ഇതാണ് ജോമാമന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. സൂപ്പർ. ശരിക്കും ചിക്കൻ കഴിച്ചു പറയാം. ഓക്കെ, ചിക്കൻ കഴിക്കാണ് ഗൈസ്. മുറിയുന്നില്ലേ? കിട്ടുന്നില്ല. ഓ സീൻ. എങ്ങനെയുണ്ട് ചിക്കൻ? അല്പം മുറ്റാണെന്ന് തോന്നുന്നു. 10 out of 10 പറയാം. വിശന്നോണ്ടാണോ അതോ ടേസ്റ്റോണ്ടോ? വിശന്നോണ്ടാണ് ഗൈസ് 10 out of 10. എനിക്ക് വയ്യ ഗൈസ്. പിള്ളേർ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നൈസാണ്. ഓക്കെ, സ്പെഷ്യൽ മസാലയാണ്. ഓ പൊളി. അപ്പോൾ ഗൈസ്, ബിരിയാണി അടിപൊളിയാ. ഞാനും ടേസ്റ്റ് ചെയ്തു, നല്ല രുചിയായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത് കുടിക്കുന്നത് ബ്ലൂ ലഗൺ മോക്ടെയിലാണ്. വന്നിട്ടുണ്ട്. കുടിച്ച് തീർച്ച എനിക്ക് തന്നെ അറിയില്ല. കഴിച്ചതിന്റെ ബാക്കി നോക്കണം. പിന്നെയാണ് Okay guys, the Blue Lagoon, I think his first trial. ഫസ്റ്റ് ട്രയലാണ്. നോക്കട്ടെ എങ്ങനെയാണ് റിയാക്ഷൻ, എങ്ങനെയാ നോക്കട്ടെ. അടിപൊളി. അപ്പൊ അറിയാം രാത്രിത്തെ അവസ്ഥ എങ്ങനെയാവും പിന്നെ അറിയാം. എന്റെ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ, ടേസ്റ്റ് കൂടിയതുകൊണ്ടായിരിക്കും സ്പീഡായി പോയത്. എത്ര പെട്ടെന്ന് കുടിച്ചു കഴിഞ്ഞൊക്കെ ഞാൻ എപ്പോഴും കുടിച്ചു കഴിഞ്ഞ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ അലിബാബ എന്ന ഫുഡൊക്കെ അടിച്ച് ബാബാജീനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ ഗൈസ്, ഇനി അടുത്ത് നമ്മൾ പോകുന്ന ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ അടിച്ച് ഇനി നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് ഡച്ച് പാലസിലേക്കാണ്. അപ്പൊ നമുക്ക് ഡച്ച് പാലസിലെ കാഴ്ചകൾ കാണാം. റെഡി അല്ലേ ഗൈസ്? കം ഓൺ. This is our tour guide. My wife. ഇത് ടൂർ ഗൈഡിന്റെ അസിസ്റ്റന്റ് ഗ്ലാഡിസ്. അതാണ് ടൂർ ഗൈഡിന്റെ ലീഡർ എൽന കെപ്പോൾ. ഞാൻ നോക്കിയപ്പോ ജോൺ വെറുതെ ഫുള്ള് വായിച്ച് പഠിച്ചു എന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എന്നാ പിന്നെ ഞാനും കൂടെ വായിച്ചേക്കാന്ന് വിചാരിച്ചു.
അപ്പൊ ഗൈസ് നമ്മൾ ഡച്ച് പാലസിലേക്ക് കയറാൻ പോകുന്നത് റെഡിയല്ലേ? അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്ക് കാണുന്നുണ്ട് ഇവിടെ. ജോൺ ബ്രോ അവിടെ തന്നെ സീനിലൊക്കെ തന്നായിരുന്നു. വീഡിയോസ് അലൗഡ് അല്ല, അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഗൈസ് അകത്തെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. അതെ ഗൈസ്, വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ 2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് ഇതൊക്കെ ഇതിൽ എടുത്തതായിരിക്കും. സോ നമ്മൾ അടുത്ത സ്പോട്ടിലേക്കാണ് പോകുന്നത്. അടുത്ത സ്പോട്ട് ഏതാണെന്ന് അറിയണ്ടേ? ഏതാ? സർപ്രൈസ്. യെസ്, സർപ്രൈസ്. ഗൈസ് നമ്മളുടെ ഗൈഡിന്റെ അടുത്തത് കൊണ്ടുവന്ന സ്ഥലം ആള് പറയായിരിക്കും. മാഡം പ്ലീസ്. യെസ്, സർപ്രൈസ്. ഗൈസ് നിങ്ങൾക്ക് വേറൊരു സർപ്രൈസ് കാണിച്ചു തരണം. നമ്മള് 3 പേര് ഡ്രസ് കോഡാ, പക്ഷെ ഞങ്ങളുടെ ഗൈഡിന് മാത്രം സ്പെഷ്യൽ ഡ്രസ് കോഡാ. കണ്ടോ, വെറൈറ്റി ആണ് ഗൈസ്. അതാണ് കുഞ്ഞു സർപ്രൈസ്. അപ്പൊ ഗൈസ് നമ്മൾ അടുത്തത് പോകുന്നത് വേറെ എവിടെയല്ല. അത് ഈ സ്ഥലങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇത് എവിടെ സ്ഥലത്ത്. നമ്മുടെ ജിയോ സ്ട്രീറ്റിലാണ് ഇപ്പം ഇരിക്കുന്നത്. നമ്മളിപ്പോൾ സിനഗോഗ് കാണാനാണ് പോകുന്നത്. സിനഗോഗിലേക്ക് പോകുന്നതിന് മുമ്പ് ഇഷാര ഹൗസിലേക്ക് ഒന്ന് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ആദ്യം ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ പാസ്റ്റും കാണും പ്രസൻറ്റ് കാണും. അകത്ത് കയറുമ്പോൾ നമ്മളെ മോഡേൺ ആയിട്ടുള്ള ഒരു കുറച്ച് രീതിയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. പക്ഷെ അതിൻ്റെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒത്തിരി പഴയ കാലത്തിലേക്ക് പോയ ഒരു വൈബിലേക്കാണ് പോകുന്നത്. ടോട്ടലി ഇത് അടിപൊളിയാണ്. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ്. മേലെ നല്ല അടിപൊളി പെയിൻറ്റിങ്സ് ഉണ്ട്. പക്ഷെ മേലെ കയറി ഇറങ്ങാൻ കുറച്ച് അത്യാവശ്യം നല്ല ടാസ്ക്കുമാണ്. അപ്പോൾ ഓക്കെ ആയവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് കാണാം. പിന്നെ ഒത്തിരി നമ്മൾ കാണാത്ത വെറൈറ്റി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ. നിങ്ങൾക്കൊരു അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കണം, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഒത്തിരി പേര് വന്ന് ഇതുപോലത്തെ ഫോട്ടോഷൂട്ട്സും ഫോട്ടോകളും മറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടത് പണ്ടത്തെ കാലത്തെ ഓരോ പാട്ടുകളും കാര്യങ്ങളും അന്നത്തെ ട്രഡീഷൻസും കാര്യങ്ങളൊക്കെയാണ് അവർ ആ ഒരു ക്ലോത്തിങ്ങിൽ അവർ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിച്ചത്. ഈ ഒരു റൂമിലേക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചു എന്ന് തന്നെ പറയാം. കാരണം മേശയും കസേരയും എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ശബ്ദങ്ങൾ കേൾക്കുക. പക്ഷെ അവിടെ ആരുമില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ചെറിയ പേടിക്കും. അപ്പോൾ അവിടെ ഇതേപോലത്തെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ പണ്ടത്തെ ഓരോ ആർട്ട് ഫോംസിനെ കണക്ട് ചെയ്യുന്ന രീതിയിലാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഒരു അടിപൊളി കാഴ്ച ഞങ്ങൾ അവിടെ കണ്ടത്. ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, പക്ഷെ ശ്രദ്ധിച്ച് നോക്കി കാണാം. ഇത് വേൾഡ് മാപ്പാണ്. അന്നത്തെ കപ്പലുകൾ യാത്ര ചെയ്ത റൂട്ടുകളും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ അത്ര ക്ലിയർ ആവില്ല, പക്ഷേ ഇത് എല്ലാ രാജ്യങ്ങളെയും ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ ഷിപ്പുകൾ കാര്യങ്ങൾ പോകുന്ന റൂട്ടുകളും അതിനകത്തുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ സിനഗോഗിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് 2 കൊറിയൻകാരെ പരിചയപ്പെട്ടു. ഒരു അങ്കിളും ആൻറ്റിയും ഞങ്ങളോട് നല്ല വർത്താനമായിരുന്നു. എന്തൊക്കെയോ ചോദിക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ പിന്നെ ക്യാമറ എടുക്കുന്നത് നിർത്തിപ്പോയി. ഈ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല ഡ്രോണോ അല്ലെങ്കിൽ വല്ല സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. എന്നാലല്ല, ഇത് നമ്മുടെ സ്വന്തം ജോൺ ബ്രോനെ കൊണ്ട് എടുപ്പിച്ചതാണ്. ജോൺ ബ്രോയ്ക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് സെൽഫി സ്റ്റിക്കിൻ്റെ മറ്റു ഡ്രോണിൻ്റെ ഒരു കാര്യങ്ങളും വേണ്ടി വന്നില്ല അടിപൊളി ഷോർട്സും സീൻസും എടുക്കാൻ. ഇതെന്താന്ന് വെച്ചാൽ അവരൊരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതിനകത്തുള്ള ആ പൈപ്പ്സ് താഴെ വീഴും. പക്ഷെ നമ്മൾ ആ പൈപ്പ്സ് എല്ലാം കറക്റ്റ് പിടിക്കണം.
അങ്ങനെയാണ് നമുക്ക് സ്കോർ കിട്ടുക. അപ്പോൾ ഇതിനകത്ത് ഈ പുള്ളി പിടിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, എല്ലാതും വീഴുന്നുണ്ട്. കാരണം ഓരോന്ന് പല സ്ഥലത്തുനിന്നാണ് വീഴുന്നത്. കാണാൻ നല്ല രസമാണ്, കണ്ടിരിക്കാനും തോന്നും. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണത്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നേരെ സിനഗോഗിലേക്ക് പോകണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. പോരാത്തതിനൊന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയും വേണ്ടല്ലോ. സൈഡിൽ നല്ല ഷോപ്സ് ഉണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെ പോയി മേടിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ സിനഗോഗിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ഹിബ്രു ഭാഷയിലെ ഇത് പ്രയറാണ്. ഇത് പഴയ ഹിബ്രു ആണ്, ഇപ്പോഴത്തെ ഹിബ്രു ലാംഗ്വേജ് അല്ല, മോഡേൺ ഹിബ്രു അല്ല. ഇവിടെ എഴുതിയിരിക്കുന്ന പ്രാർത്ഥന എന്തെന്ന് വെച്ചാൽ, മേ there be blessing, peace, provision and God's protection upon this place and those who dwell here എന്നാണ് ഇതിന് അർത്ഥം. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുവാണ്. അകത്തേക്ക് പക്ഷേ ഹെൽമെറ്റ് അലൗഡ് അല്ല കേട്ടോ. നിങ്ങൾ സ്റ്റിൽ അവിടെ ഞങ്ങൾ ഡ്രസ് കോഡ് പറ്റി ആലോചിച്ചിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻഡ് അല്ല കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന മുന്നിലുള്ള ഒരു പുൾപിറ്റ് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് തോറ സ്ക്രോൾസ് വായിക്കുന്നത്. ഇതിന് പറയുന്നത് ബിമ്മ എന്നാണ്. ഇത് പറയുന്നത് അരോൺ കുദേസ് എന്നാണ് പറയുന്നത്. ആ റെഡ് കേർട്ടന് പറയുന്നത് പാരഷട്ട് എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കേർട്ടൻ്റെ പിന്നിലാണ് തോറ സ്ക്രോൾസ് എല്ലാം വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സിനഗോഗിലെ ആരാധനയ്ക്കിടയിൽ വിശുദ്ധ വസ്തുക്കൾ എടുക്കുവാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനോ പുരോഹിതന്മാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പരമ്പരാഗതമായ ഒരു മരക്കയറ്റുപടിയാണിത്. അവിടെ ഹീബ്രു ഭാഷയിൽ എഴുതിയിരിക്കുന്ന പ്രെയർ ആണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഹീബ്രു ടു ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി സിനഗോഗിൽ നിന്ന് ഇറങ്ങാൻ പോയി. ഇനി പുറത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കുന്ന പരിപാടി. ഹെൽമെറ്റ് നിങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മൾ 1-2 സ്പോട്ട്സ് ഉണ്ട്, അടിപൊളിയാണ് ഫോട്ടോ എടുക്കാനുള്ളത്. ഇവിടെ നമുക്ക് ഈ ഫോട്ടോകൾ കാണാൻ കഴിയും. 450ാമത്തെ ആനിവേഴ്സറിയാണ് ഇവരിവിടെ ആഘോഷിച്ചത്. അത് ആഘോഷിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ 2018 ആഘോഷിച്ചത്. നമ്മളിപ്പോൾ കാണുന്നത് കൊച്ചിയിൽ ജ്യൂസ് വന്നപ്പോഴുള്ള വിവരങ്ങളും അവർ കൊച്ചിയിൽ വന്നപ്പോൾ രാജാവ് എങ്ങനെ അവരെ സ്വീകരിച്ചു എന്ന് മറ്റുള്ള വിവരങ്ങളാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ് പണ്ടത്തെ കാലത്ത് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ചാവികൾ. ഈ സ്പോട്ട് നിങ്ങൾക്ക് നേരത്തെ ഓർമ്മ ഉണ്ടാവും. നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഇവിടെ ഒരു ഗെയിം കളിച്ചത്. ആദ്യം ഇവിടെ 2-3 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ ക്രൗഡഡ് ആണ്. അപ്പൊ നമ്മൾ അടുത്തത് പോകുന്ന അടിപൊളി ഒരു സ്പോട്ടിലേക്കാണ്. ഏതാണെന്ന് അറിയണ്ടേ? അത് സെക്കൻഡ് പാർട്ടിലുണ്ട്. സ്റ്റേ ട്യൂൺ ഗൈസ്.